ഹലോ, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റിലൊരു നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രസം മാത്രം മതി ഒരു കലം ചോറുണ്ണാൻ. അപ്പോൾ നമ്മൾ രസമൊക്കെ തയ്യാറാക്കി 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് കേട്ടോ. പഴങ്കഞ്ഞിയിലൊക്കെ കൂടെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയുക. കൂടെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ചമ്മന്തി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രസം മാത്രം മതി ചോറുണ്ണാൻ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ രസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ രസത്തിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി വെള്ളത്തിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് നോക്കാം. ചുമന്നുള്ളി ചതച്ചത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 തക്കാളി, കറിവേപ്പില, പിന്നെ കുറച്ച് കാന്താരി, പിന്നെ 2 സ്പൂണോളം കുരുമുളക് ചതച്ചത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇടിയലിലാണ് കേട്ടോ ചതച്ചെടുത്തത്. ഇടിയലിൽ ചതയ്ക്കുന്നതാണ് കേട്ടോ രസത്തിനൊക്കെ നല്ല ടേസ്റ്റ്. അപ്പം നമുക്കൊരു മൺചട്ടിയിലാണ് ഈ ഒരു രസം നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എല്ലാവരും മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ രസം ഒന്ന് മൺചട്ടിയിൽ വെച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകും 1 സ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ചുമന്നുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. പിന്നെ കാന്താരിയും കുരുമുളക് ചതച്ചതും തക്കാളിയും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു രസം വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പഴങ്കഞ്ഞിയുടെ ഒക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയോ? സൂപ്പർ ടേസ്റ്റാണ്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഒരേ കലം അല്ലെങ്കിൽ ഒരു ചട്ടി രസമൊക്കെ വെച്ച് ഒരാഴ്ചയോളം എടുത്ത് ഞങ്ങളുടെ ഉമ്മയൊക്കെ അങ്ങനെ വെച്ച് കഴിച്ച നല്ല ഓർമ്മയുണ്ട് എനിക്ക്. പഴങ്കഞ്ഞിയിലൂടെ ഒക്കെ കഴിക്കാൻ ചക്കയും അതല്ലെങ്കിൽ ചീനി ഒക്കെ ഇട്ട് ഇതുപോലെ ചമ്മന്തിയും ഉണക്കമീൻ വറുത്തതും ഒക്കെ കൂടി രസമൊക്കെ ഒഴിച്ചിട്ടൊന്ന് കലക്കി കുടിക്കുന്നതൊന്ന് ഓർത്ത് നോക്കി എന്താ ടേസ്റ്റ് എന്നറിയോ? 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇത് നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ, അതും കുറച്ചിട്ട് കൊടുക്കുക. നല്ല എരിവുള്ളതാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. കായപ്പൊടി ചേർക്കാൻ മറന്നു പോകരുത്, രസത്തിന് കായപ്പൊടിയാണല്ലോ മെയിൻ. പിന്നെ നമ്മുടെ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇത് തിളച്ച് തണുത്തതിന് ശേഷമാണ് നമുക്കിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കഴിയുന്നതും പിറ്റേന്നെടുത്ത് സെർവ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് രാത്രി രസം വെച്ച് വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പം നമ്മുടെ ഈ ഒരു നാടൻ സൂപ്പർ രസം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് ഇപ്പോൾ തണുത്ത് അതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ രസം, എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചതച്ച മുളകും ഒക്കെ ഇടിയലിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരാം. അസ്സലാമു അലൈക്കും.